ആ മീഡിയം വെക്കാനിടയായ സാഹചര്യം ഈ റോഡിന്റെ അപാകതയാണ്. അതുകൊണ്ട് അത് പരിഹരിക്കണം. എന്ത് രണ്ട് സൈഡും ഡ്രെയിനേജ് ഉണ്ടാക്കി റോഡ് ലെവലാക്കി ചെയ്യൂ. എന്നതിന് ശേഷം നിങ്ങൾ അടുത്ത പ്രൊഫഷനുള്ള ഇലക്ക് നിങ്ങൾ അത് മീഡിയം ഇട്ടോ. നിർദ്ദേശിച്ചുകൊണ്ട് എങ്ങനെ വേണമെന്ന് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം പരിശോധിച്ചിട്ട് അവർക്ക് ബോധ്യപ്പെട്ട എസ്റ്റിമേറ്റ് നടത്താം. അത് വേണമെന്നാണ് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. ചേംബറിൽ നടന്ന ചർച്ചയിൽ ഇതാണ് ആവശ്യം ഉന്നയിപ്പിച്ചത്. സൂപ്രണ്ട് ഇവിടെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയും നമുക്ക് നടക്കാൻ വേണ്ടി കഴിയില്ല. അടിയന്തരമായി കളക്ടറിന്റെ ചേംബർ ഒരു യോഗം നമ്മൾ ചേർന്നു ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടാകും. അതിനകത്ത് ഇവിടുത്തെ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളും മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനം ഒരു റോഡിൻ്റെ ഒരു അഡീഷണൽ വർക്കാക്കിയിട്ട് അഡീഷണൽ എസ്റ്റിമേറ്റ് ആക്കി സർക്കാരിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുകയും അത് സാങ്ഷൻ ആകുന്ന മുറയ്ക്ക് ഇപ്പോൾ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവും. അതേസമയം ലഭ്യമായ വർക്ക് ഏതാണോ അത് നമുക്ക് ഈ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഡ്രൈനേജ് ഉൾപ്പെടെയുണ്ട്. അത് അടിയന്തരമായി ചെയ്യുക എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. പക്ഷേ അത് ഞങ്ങളിവിടെ സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ തർക്കങ്ങളുണ്ടായി. തീർച്ചയായിട്ടും ആ ഒരു വിഷയം ബഹുമാനപ്പെട്ട കളക്ടർ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മലപ്പുറം ഡിവിഷൻ ഓഫീസിൽ പോയിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൂപ്പർ എഞ്ചിനീയറുടെ ഇന്ന് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ജനങ്ങളുടെ ഗ്രീവൻസും കൂടെ കേൾക്കാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനകത്ത് എൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞിരുന്ന കാര്യം ഇങ്ങനെ റോഡിൻ്റെ ഗ്രിപ്പ് കൂട്ടണം എന്നുള്ളതാണ്. പിന്നീട് ട്രെയിനിൻ്റെ ലെങ്ത് കൂടെ കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ സെൻട്രൽ ബാരിയർ വെച്ചാൽ മതി എന്നുള്ളതാണ് ഇവർ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വർക്കിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ട് സൈഡ് ഇൻ്റർലോക്ക് ചെയ്ത് വീതി കൂട്ടി അതിൻ്റെ സെൻറ്ററിലേക്ക് പുതിയ ജേഴ്സി ബാരിയർ വെക്കാനും പിന്നെ കുറച്ച് ലെങ്ത് ഡ്രെയിനേജുമായിട്ടുള്ളത്. അപ്പോൾ ഗ്രിപ്പ് കൂട്ടാനുള്ള പ്രവൃത്തികൾ ഊരാളുകളുടെ തന്നെ മെയിൻ്റനൻസ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മെയിൻ്റനൻസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗ്രിപ്പ് കൂട്ടാനുള്ള അഡീഷണൽ ലെയർ കൊടുക്കാനാണ് നമുക്ക് കഴിയുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ ഡ്രെയിനേജിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി NHAക്ക് സമർപ്പിക്കാനും അവിടുന്ന് ഫണ്ട് ലഭ്യമാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ജനങ്ങളുടെ ഈ പറഞ്ഞ ഡിമാൻഡ് മീറ്റ് ചെയ്യാമെന്നാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ കളക്ടറുടെ യോഗത്തിൽ തന്നെ കാരണം ഇതിനു മുമ്പ് തന്നെ ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ ജില്ലയുടെ ചാർജുള്ള കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടെയും എല്ലാം നേതൃത്വത്തിൽ MLAയുടെ നേതൃത്വത്തിൽ തന്നെ മീറ്റിംഗ് കൂടിയിട്ടാണ് എസ്റ്റിമേറ്റ് എല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ കൊടുത്തതിന് വിരുദ്ധമായിട്ട് പിന്നീട് ചെയ്യുകയാണെങ്കിൽ അത് സ്കോപ്പ് ഓഫ് ഫെയർസിന് വയലേഷനാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിക്കാനാണ് ഡിപ്പാർട്ട്മെൻറ്റ്.